യെസ് മക്കളെ, സോ നമ്മൾ ആൾമോസ്റ്റ് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള റെഗുലേഷൻ ആണ്. എന്തിന്റെ റെഗുലേഷൻ? റെഗുലേഷൻ ഓഫ് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. റെഗുലേഷൻ ഓഫ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാന്റ്സിന്റെ ഗ്രോത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പ്ലാന്റ്സ് എങ്ങനെയാണ് വളരുന്നത്, അല്ലെങ്കിൽ ആ വളരുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാന്റ്സിന്റെ ഗ്രോത്തിനെ നേരിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സിൽ നിന്ന് ഇൻട്രിൻസിക് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്ലാന്റ്സിൽ നിന്ന് തന്നെയുള്ള ഫാക്ടേഴ്സ്. ഇൻട്രിൻസിക് എന്ന് പറയുമ്പോൾ certain factors like hormones which is produced by the plants, and also extrinsic factors ഉണ്ട് പ്ലാന്റ്സിന്റെ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സൺലൈറ്റിലെ പുറത്തുനിന്ന് വരുന്ന എന്തെങ്കിലും കെമിക്കൽസ്, ഇതൊക്കെയാണ് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ്. സോ ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ആണ്. ഈ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി പ്ലാന്റ്സിലെ ഹോർമോൺസുകളാണ്. ഞാൻ പറഞ്ഞു അതിനെ പ്ലാന്റ്സ് ഹോർമോൺസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അതിന് വിളിക്കുന്ന പേരെന്താണെന്നറിയോ? പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്നാണ്. എന്താണ്? സോ ഇൻട്രിൻസിക് ഫാക്ടേഴ്സുകളാണ് ഞാൻ പറയുന്നത്. സോ അതിന് വിളിക്കുന്ന പേര് ഇൻ ജനറൽ വി വിൽ ബി കാളിംഗ് ദം ഇൻ ദ നെയിം എന്താ? പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ PGRs എന്ന് പറയും, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. സോ വിച്ച് ആർ അല്ലെങ്കിൽ ഏതൊക്കെ പ്ലാന്റ്സിന്റെ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആയിട്ട് ഏതൊക്കെ കെമിക്കൽസുകൾ ഉണ്ട് എന്നുള്ളത് മാത്രം തന്നെ ചോദിക്കാറുണ്ട്. സോ അത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് നിങ്ങൾക്ക് അനലിസ്റ്റ് ചെയ്യാം. സോ ഞാൻ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ഇൻട്രിൻസിക് ഫാക്ടേഴ്സുകളായിട്ടുള്ള പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എക്സ്ട്രിൻസിക് ഫാക്ടർ ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ സൺലൈറ്റിനെ സംബന്ധിച്ചൊക്കെ ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഐ എം ഫോക്കസിങ് ഓൺ ദീസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. സോ വിച്ച് ആർ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആർ ദർ which actually influence the growth of the plants എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകളുണ്ട്. നമ്പർ 1 ഈസ് വാട്ട് യു നോ? നമ്പർ 1 ഈസ് ഓക്സിൻസ്. എന്താണ്? നമ്പർ 1 ഈസ് ഓക്സിൻസ്. നമ്പർ 2 ഈസ് വാട്ട് യു നോ? നമ്പർ 2 ഈസ് ജിബർലിൻസ് ഓർ ഗിബർലിൻസ് എന്നും പറയാം. ഓക്കെ, ആൻഡ് നമ്പർ 3 ഈസ് സൈറ്റോകൈനിൻസ്. എന്താണ്? സൈറ്റോകൈനിൻസ്. And number 4 is what you know? Number 4 is ethylene. And number 5 is what you know? Number 5 is abscisic acid. എന്താണ്? abscisic acid. ഇത്രയും ആളുകളാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആയിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ പേര് എന്തായാലും ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ പേരുകൾ പഠിച്ചല്ലോ. ഓക്സിൻസ്, ജിബർലിൻസ്, സൈറ്റോകൈനിൻസ്, എത്തിലീൻ ആൻഡ് അബ്സിസിക് ആസിഡ്. ഓക്കെ, ആൻഡ് ഇതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോന്നിനെയും സംബന്ധിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. സോ ഗെറ്റ് റെഡി. ഓരോന്നിനെയും സംബന്ധിച്ച് നമുക്ക് പഠിക്കണം. മെയിനായിട്ട് ഇതിന്റെ ജനറൽ ആയിട്ടുള്ള ഇതിന്റെ കെമിക്കൽ സ്ട്രക്ചർ എന്താണ്, ഇത് ഏതിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്, പിന്നെ ഇതിന്റെ ആക്ഷൻ എന്താണ് എന്നുള്ളതും കൂടെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിന് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നിങ്ങൾ +1 പഠിക്കും. ഇതൊക്കെ ഡിസ്കവർ ചെയ്തതാട്ടോ പ്ലാന്റ്സിൽ. ഇപ്പം നമുക്ക് നമ്മുടെ ബോഡിയിലെ ഹോർമോൺസ് അല്ലെ, തൈറോയ്ഡ് എന്ന് പറഞ്ഞ ഹോർമോൺസ് ഉണ്ട്, പിന്നെ നമ്മൾ അഡ്രിനാലിൻ, ഒരുപാട് ഹോർമോൺസുകളെ സംബന്ധിച്ച് പറഞ്ഞത് ഒക്കെ ഡിസ്കവർ ചെയ്താണ്. അതുപോലെ തന്നെ പ്ലാന്റ്സിലും ബൊട്ടണിസ്റ്റ് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഡിസ്കവർ ചെയ്ത് വെച്ച സംഗതികളാണ് ഈ ഓക്സിൻസ്, ജിബർലിൻസ് ഒക്കെ. അപ്പൊ എങ്ങനെയാണ് ഇത് ഡിസ്കവർ ചെയ്തത്, എന്തിൽ നിന്നാണ് ഇത് ഐസൊലേറ്റ് ചെയ്തത് എന്നുള്ളതൊക്കെ നമുക്ക് ആക്ച്വലി പഠിക്കാനുണ്ട്. സോ ലെറ്റ്സ് ഡിസ്കസ് ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ മക്കളെ പ്ലീസ് ബി വിത്ത് മീ. ഫസ്റ്റ് വി വിൽ ബി ഫോക്കസിങ് ഓൺ വാട്ട്? യെസ്, ആ ഒരു ഓർഡറിൽ തന്നെ, ഞാൻ ആ ഓർഡർ തന്നെ പറഞ്ഞു കേട്ടോ. ഓക്സിൻസ്, ജിബർലിൻസ്, സൈറ്റോകൈനിൻസ്, എത്തിലീൻ ആൻഡ് അബ്സിസിക് ആസിഡ്. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് ഏതിനെ സംബന്ധിച്ച? നത്തിങ് അതർ ദാൻ അവർ ഓക്സിൻസ് ആണ്. ഓക്സിൻസ്. ഓക്കെ, നത്തിങ് അതർ ദാൻ അവർ ഓക്സിൻസ്. ഇതിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എവിടെ നിന്നാണ് ഐസൊലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്സിൻ ആക്ച്വലി ഐസൊലേറ്റ് ചെയ്തത് ഫസ്റ്റ് ഐസൊലേറ്റ് എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്നാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്തത് നോക്കി ഐസൊലേറ്റ് ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് ദിസ് ഓക്സിൻ ഈസ് ഐസൊലേറ്റഡ് ഫ്രം ഹ്യൂമൻ യൂറിൻ ആണ്. ഫസ്റ്റ് ഐസൊലേഷൻ ഫ്രം ഹ്യൂമൻ യൂറിനിൽ നിന്നാണ് ഇതിനെ ഐസൊലേറ്റ് ചെയ്തത്. ഓക്കെ, ഹ്യൂമൻ യൂറിനിൽ നിന്ന് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അതിൽ നിന്നാണ് ഓക്സിന്റെ പ്രസൻസ് മനസ്സിലാക്കിയത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഹ്യൂമൻ യൂറിൻ. ആൻഡ് ഇതിൽ നാച്ചുറലി ഒക്കറിങ് ഓക്സിന് വിളിക്കുന്ന ഒരു പേരുണ്ട്. സോ നാച്ചുറലി അതിന്റെ കെമിക്കലിന് വിളിക്കുന്ന പേര് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഓക്സിൻ, അതിന്റെ കെമിക്കൽ എന്ന് പറയുന്നത് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് ആണ്. എന്താണ്? ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്, ബ്രാക്കറ്റിൽ IAA. സോ what is the chemical form of the auxin which is naturally occurring? Varying variety of forms of auxins ഉണ്ട് കേട്ടോ.
നാഫ്തലിക് അസിറ്റിക് ആസിഡ്, അങ്ങനെ കുറേ സംഗതികൾ സിന്തറ്റിക് ഓക്സിൻസുകൾ വേറെ ഉണ്ട്. അതൊന്നും നമ്മൾ പഠിക്കാനില്ല. നമുക്ക് ജസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഓക്സിജനെ സംബന്ധിച്ച് പഠിക്കാം. ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എന്താണ് ഓക്സിൻ്റെ ഒക്കെ റോള്? പ്ലാന്റ്സിന് ഗ്രോത്തുമായിട്ട് റോൾ ഉണ്ടെന്ന് അറിയാം, പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഗ്രോത്തുമായിട്ട് എന്തൊക്കെ റോളുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ആക്ഷനിൽ പഠിക്കാനുള്ളത്. എന്താണ് ആക്ഷനിൽ പഠിക്കാനുള്ളത്? ഓക്കെ, സോ ഇതിൽ ഓരോരോ റോളാണെങ്കിൽ നമുക്ക് ഓക്സിൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരേണ്ട കാര്യം, ഇതിന് ഈ ഓക്സിൻ ആക്ച്വലി പ്രൈമറി ഗ്രോത്ത് ആണ് ഈ പ്ലാന്റ്സിന്റെ ഒക്കെ പ്രൈമറി ആയിട്ടുള്ള ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ലെങ്തനിങ് ഓഫ് ദ പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന, ഈ സെല്ലിനൊക്കെ എലോങ്ങേറ്റ് ചെയ്യിപ്പിക്കുന്നതും സെൽ ഡിവിഷൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ ആക്ച്വലി ഓക്സിൻ ആണ്. ആൻഡ് നമ്മൾ സാധാരണ പറയും ദിസ് ആക്ച്വലി ഹെൽപ്സ് ടു ഇനീഷ്യേറ്റ് റൂട്ടിങ്. ഇനീഷ്യേറ്റ് റൂട്ടിങ്, അതായത് റൂട്ടിങ് അല്ലെ, വേരുകൾ ഇങ്ങനെ വരുന്നു, ആ വേര് സ്റ്റെം കട്ടിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റെമ്മിന്റെ ഒരു കട്ടിങ് ഉണ്ടെന്ന് വിചാരിക്കാം, അതിൽ നിന്ന് ഇങ്ങനെ റൂട്ടുകൾ ഇങ്ങനെ വരുന്നത് ആക്ച്വലി ഓക്സിന്റെ കാരണമാണെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇനീഷ്യേറ്റ് റൂട്ടിങ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്ലാന്റിന്റെ പ്രൊപ്പഗേഷൻ ഒക്കെ അതൊക്കെ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇനീഷ്യേറ്റ് റൂട്ടിങ്. പിന്നെ അതേപോലെ തന്നെ ദിസ് പ്രൊമോട്ട്സ്, നമ്പർ 2 പ്രൊമോട്ട്സ് പ്രൊമോട്ട്സ് ഫ്ലവറിങ്. പ്ലാന്റ്സിൽ ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ്. എക്സാമ്പിൾ നമ്മൾ പൈനാപ്പിൾസ് പോലുള്ളതിലൊക്കെ ഫ്ലവറിങ്ങിനൊക്കെ പൈനാപ്പിൾസ് പോലുള്ള സംഗതികളൊക്കെ വരുന്നതൊക്കെ ഇതിന്റെ ബേസിലാണ്. ഓക്കെ, ഇനീഷ്യേറ്റ് റൂട്ടിങ് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ ഫ്ലവറിങ് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ ദിസ് ആക്ച്വലി ആൾസോ ഹെൽപ്സ് ഫോർ പ്രൈമറി പ്ലാന്റ് ഗ്രോത്ത്. എങ്ങനെയാണ് പ്ലാന്റിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്കറിയാം. ചിലപ്പോൾ സെല്ലിനെ എലോങ്ങേറ്റ് ചെയ്യിപ്പിക്കുന്നതാവും, സെല്ലിന്റെ നമ്പറിനെ കൂട്ടുന്നതാവും, സെല്ലിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്പറിനെ കൂട്ടുന്നതാവും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കുറച്ച് കൺസെപ്റ്റുകൾ അല്ലേ. സോ ഇനീഷ്യേറ്റ് റൂട്ടിങ്, പ്രൊമോട്ട് ഫ്ലവറിങ്, ഈ കാര്യം ഹെൽപ്സ് ഫോർ പ്രൈമറി പ്ലാന്റ് ഗ്രോത്ത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ബാക്കി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ജസ്റ്റ് ഞാനിങ്ങനെ എഴുതി വെക്കാം. ട്രോപ്പിസം എന്ന് പറയുമ്പോൾ ലൈറ്റ്, ഇപ്പം നിങ്ങൾക്കറിയാം ലൈറ്റിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പ്ലാന്റ്സുകൾ ഇങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ട് അല്ലേ. ചില പഠനങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഒരു വിൻഡോന്റെ സൈഡിൽ പ്ലാന്റ്സിനെ വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റ് പതുക്കെ ഗ്രോ ചെയ്യുന്നതിന്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ വിൻഡോന്റെ സൈഡിലേക്കായിരിക്കും അല്ലെ. ആ വിൻഡോന്റെ സൈഡിലേക്ക് അത് ആ ട്രോപ്പിസത്തിന്റെ ഒക്കെ റീസൺ ഈ ഓക്സിൻ ആണ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഓക്സിൻ ആണ്. ഒരുപാട് റോളുകൾ ഉണ്ട് കേട്ടോ. ആൻഡ് ദിസ് ആക്ച്വലി promote a feature which is called apical dominance. So എന്താണ് ഈ apical dominance എന്നുള്ളത് നമുക്കറിയണം. So promote a feature which is called apical dominance, അത് അണ്ടർലൈൻ ചെയ്യാം, അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ apical dominance എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. apical dominance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ പ്ലാന്റ്സിന്റെ ബഡ്സിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു അപ്പിക്കൽ ബഡ് ഉണ്ടാവും, അതുപോലെ തന്നെ അവർക്ക് എന്തുണ്ടാവും, ലാറ്ററൽ ബഡ് ഉണ്ടാവും. കണ്ടോ, അപ്പിക്കൽ ബഡ് ഉണ്ടാവും, ലാറ്ററൽ ബഡ് ഉണ്ടാവും. ആക്ച്വലി ലാറ്ററൽ ബഡ് അധികം ഗ്രോ ചെയ്യില്ല, കാരണം എന്താ, ഈ അപ്പിക്കൽ ബഡ് ഉള്ളത് കൊണ്ടാണ്. സോ ഈ അപ്പിക്കൽ ബഡിനെ നമ്മൾ അങ്ങോട്ട് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ലാറ്ററൽ ബഡ് ലാറ്ററലി ഇങ്ങനെ വളരും. ലാറ്ററൽ ബഡിനെ ആക്സിലറി ബഡ് എന്നും പറയാറുണ്ട്. സോ ഈ അപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറയുന്ന ഈ അപ്പെക്സിൽ ഒരു ബഡ് ഉണ്ടാകുന്നതുകൊണ്ട് അതിങ്ങനെ ഇത് മാത്രം ഗ്രോ ചെയ്ത് ഇങ്ങനെ പോകുന്നു എന്നുള്ളതാണ് അല്ലെ. ആ അപ്പിക്കൽ ഡോമിനൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് ആര് നമ്മുടെ ഈ ഒരു ഓക്സിൻ. സോ ഈ അപ്പിക്കൽ ഡോമിനൻസിനെ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ അപ്പെക്സിലുള്ള ഈ സാധനത്തിന് എടുത്താണ്ട് ഒഴിവാക്കിയാൽ മതി, അല്ലെങ്കിൽ അതിനങ്ങോട്ട് മുറിച്ചിട്ടാൽ മതി. അതിന് നമ്മൾ ഡീകാപ്പിറ്റേഷൻ എന്നൊക്കെ പറയാറുണ്ട്. സോ ഡീകാപ്പിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഗ്രോത്ത് ഇങ്ങനെ വന്നോളൂ. മനസ്സിലായോ? അതാണ് അതിന്റെ ഒരു തിയറി. സോ അപ്പിക്കൽ ഡോമിനൻസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള പരിപാടി ആരുടെ റോളാണ്, നമ്മുടെ ഈ ഒരു ഓക്സിന്റെ റോളാണ്. സോ അപ്പിക്കൽ ഡോമിനൻസ്. ഓക്കെ, അതാണ് അതിന്റെ വേറൊരു റോള്. ആൻഡ് നമ്പർ 6 നമുക്ക് നോക്കാം. നമ്പർ 6, ദിസ് ആൾസോ ഹെൽപ്സ് ഫോർ സൈലം ഡിഫറൻസിയേഷൻ. എന്താണ് സൈലം ഡിഫറൻസിയേഷൻ? വാട്ടറിന്റെ വാസ്കുലാർ ആയിട്ടുള്ള സെല്ലുകളാണ് സൈലം. ഇതൊക്കെ നിങ്ങൾ പഠിക്കും കേട്ടോ. ഈ സൈലം എന്ന് പറഞ്ഞ ടിഷ്യൂസിന്റെ ഡിഫറൻസിയേഷന് വേണ്ടിയിട്ടൊക്കെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ഓക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു പ്രൈമറി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, നിങ്ങളെ മെറ്റീരിയലിലും ഇത്രയും കാര്യങ്ങൾ. പ്രൊമോട്ട് അപ്പിക്കൽ ഡോമിനൻസ്, അതിന്റെ ഡെഫിനേഷൻ നിങ്ങളെ മെറ്റീരിയൽസ് കാണാം.
apex or tip of a plant grows while the lateral buds remain undeveloped. Okay, lateral bud അതായത് lateral bud ഇങ്ങനെ പോകുന്നതിന് പകരം നേരെ മേലേക്ക് ഇങ്ങനെ പോകുന്നത് actually it is because of the presence of this auxin. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് ആക്ഷൻ ഓഫ് ഓക്സിൻ നമുക്ക് പറയാം.